ഇടക്കാല ബഡ്ജറ്റ് പ്രഖ്യാപനം നാളെയാണ്. ലോക സാമ്പത്തിക ശക്തികളിൽ ഒന്നായി ഇന്ത്യ വളർന്നു വരുന്ന സാഹചര്യത്തിലാണ് പുതിയ ബഡ്ജറ്റ് പ്രഖ്യാപനം വരുന്നത്. 2024 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ 7% വളർച്ച കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 24-25 സാമ്പത്തിക വർഷത്തിൽ മൂലധന ചെലവിന് മുൻഗണന നൽകുമ്പോൾ തന്നെ നിലവിലെ സാമ്പത്തിക വളർച്ച നിലനിർത്തിക്കൊണ്ട് മുന്നോട്ടു പോവുകയെന്ന ലക്ഷ്യമാണ് സർക്കാരിന് മുന്നിലുള്ളത്. എല്ലാ ബഡ്ജറ്റുകളിലും ജനം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രഖ്യാപനം നികുതിയുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ-മെയ് മാസങ്ങളിൽ നടക്കാനിരിക്കുന്നതിനാൽ ഇടക്കാല ബഡ്ജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെരുമാറ്റച്ചട്ടം അനുസരിച്ച് ഇടക്കാല ബഡ്ജറ്റിൽ വലിയ നികുതി പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കാൻ ഭരണകക്ഷിക്ക് അനുവാദമില്ല. എന്നാൽ നികുതിദായകരെ സഹായിക്കുന്നതിന് ചെറിയ ഇളവുകൾ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നാണ് നികുതി വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. തിരഞ്ഞെടുപ്പ് വർഷങ്ങളായ 2009-ലും 2014-ലും വ്യക്തിഗത നികുതി ഭേദഗതികൾ സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ ഇല്ലാതിരുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. 2023 ബഡ്ജറ്റിൽ പുതിയ നികുതി വ്യവസ്ഥയിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉൾപ്പെടുത്തിയതുകൊണ്ട് മാത്രം സ്ലാബും പരിഷ്കരിച്ചിരുന്നു. പഴയ നികുതി വ്യവസ്ഥയിൽ മാത്രം ഉണ്ടായിരുന്ന 50,000 രൂപയുടെ ആനുകൂല്യമാണ് പുതിയ വ്യവസ്ഥയിലേക്കും അനുവദിച്ചത്. ഇതുൾപ്പെടെ പുതിയ വ്യവസ്ഥയിൽ അവകാശപ്പെടാവുന്ന 2 ആനുകൂല്യങ്ങളേ ഉള്ളൂ: സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ജീവനക്കാരന്റെ NPS-ലേക്കുള്ള തൊഴിലുടമയുടെ വിഹിതവും. ഇത് പ്രകാരം 2024 ഇടക്കാല ബഡ്ജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമനിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് നോക്കിയാൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ തുകയിലെ വർധന, ദീർഘകാല നിക്ഷേപങ്ങൾക്കുള്ള നികുതി ആനുകൂല്യങ്ങൾ, അലവൻസുകൾക്കുള്ള ഇളവുകൾ, NPS-ലേക്കുള്ള ജീവനക്കാരുടെ വിഹിതം, 80D പ്രകാരം ഹെൽത്ത് ഇൻഷുറൻസിനുള്ള കിഴിവ്, 80DDA പ്രകാരം സേവിങ്സ് അക്കൗണ്ടിലെ പലിശയ്ക്കുള്ള കിഴിവ് തുടങ്ങിയവയിൽ അനുകൂല നിലപാട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നികുതിദായകർ. സെക്ഷൻ 80D പ്രകാരം ഹെൽത്ത് ഇൻഷുറൻസ് സേവനങ്ങളുടെ നികുതി ഇളവ് വ്യക്തികൾക്ക് 25,000 രൂപയും മുതിർന്ന പൗരന്മാർക്ക് 50,000 രൂപയുമാണ്. ഇവ 50,000 രൂപയായും 75,000 രൂപയായും കൂട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത്. നികുതി മേഖലയിലെ വിദഗ്ധർ പങ്കുവെക്കുന്നതും ഇത് തന്നെ. ഇനി ബഡ്ജറ്റിൽ ശമ്പളക്കാരും സ്വയം തൊഴിൽ ചെയ്യുന്നവരും പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് പരിശോധിക്കാം. 2019 ഇടക്കാല ബഡ്ജറ്റിൽ 5 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് സർക്കാർ നികുതി ഇളവ് പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ 7 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉൾപ്പെടെ 2 ലക്ഷം രൂപയുടെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്താൽ നികുതി നൽകേണ്ടതില്ല എന്ന പുതിയ വ്യവസ്ഥയാണ് നിലവിലുള്ളത്. അതേസമയം പഴയതും പുതിയതുമായ നികുതി വ്യവസ്ഥകൾക്ക് കീഴിലുള്ള അടിസ്ഥാന ഇളവ് പരിധിയിൽ വർധനവ് പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഭവന വായ്പ, ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം എന്നിവയിലെ നികുതി ഇളവുകളും പുതിയ നികുതി വ്യവസ്ഥയ്ക്ക് കീഴിൽ ഉൾപ്പെടുത്തണമെന്നാണ് സാലറിഡ് കാറ്റഗറി പ്രതീക്ഷിക്കുന്നത്. എന്നാൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ച് കൂടുതൽ ഫ്ലെക്സിബിൾ ആയ നികുതി സമ്പ്രദായമാണ് അവർ ആഗ്രഹിക്കുന്നത്. നിലവിലെ വ്യവസ്ഥകൾ പ്രകാരം ലൈഫ് ടൈമിൽ ഒരിക്കൽ മാത്രമേ ടാക്സ് റെജീം തിരഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ അവർക്ക്. സ്ഥിര വരുമാനം ഇല്ലാത്ത സെൽഫ് എംപ്ലോയിഡ് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആജീവനാന്തം ഒരേ നികുതി വ്യവസ്ഥ പിന്തുടരുക ശ്രമകരമായിരിക്കും. അതുകൊണ്ട് തന്നെ തൊഴിൽ ചെയ്യുന്ന പ്രൊഫഷണലുകളെയും പ്രിസംപ്റ്റീവ് ടാക്സേഷൻ സ്കീമിനു കീഴിൽ കൊണ്ടുവരുന്നത് നികുതിദായകർക്ക് ഗുണം ചെയ്യുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇനി നികുതി വിദഗ്ധരുടെ അഭിപ്രായത്തിൽ മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാന പ്രതീക്ഷകൾ നോക്കുകയാണെങ്കിൽ ഇടക്കാല ബഡ്ജറ്റ് മൊത്ത നികുതി വരുമാനത്തിൽ 14.7% വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. ആഗോള ക്രൂഡ് വിലയിലെ ഏറ്റക്കുറച്ചിലുകളും റവന്യൂ ചെലവിലെ വർധനവ് തുടങ്ങിയ വെല്ലുവിളികൾക്കിടയിലും നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഏപ്രിൽ-നവംബർ കാലയളവിലെ രാജ്യത്തിന്റെ ക്യാപെക്സ് വളർച്ച 31% വർധനവാണ് പ്രകടമാക്കിയിരിക്കുന്നത്. സാങ്കേതിക വിദ്യ അധിഷ്ഠിതമായ കാര്യക്ഷമത, ആഭ്യന്തര ഉൽപാദനത്തെയും നിക്ഷേപത്തെയും പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് കഴിഞ്ഞ വർഷത്തെ നികുതി നയത്തിന്റെ അടിസ്ഥാന തത്വം. വരുവാനിരിക്കുന്ന ബഡ്ജറ്റിൽ ടാക്സ് ഫയലിംഗ് കൂടുതൽ സുതാര്യമാക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷയാണ് വിദഗ്ധർ പങ്കുവെക്കുന്നത്. നികുതി അപ്പീലുകളും ഇതര തർക്ക പരിഹാര സംവിധാനങ്ങളും കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ പരിഗണിച്ചേക്കാം. ദീർഘകാല അടിസ്ഥാനത്തിലുള്ള കേസുകൾക്ക് മുൻഗണന നൽകുക, പ്രതിമാസ തീർപ്പാക്കൽ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക, അപ്പീലുകൾക്കായി ഒരു സാങ്കേതിക യൂണിറ്റ് സൃഷ്ടിക്കൽ എന്നിവ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് തലത്തിൽ തന്നെ പരിഹരിക്കാനുള്ള നടപടികളും പ്രതീക്ഷിക്കുന്നുമുണ്ട്. നിർമ്മാണ മേഖലയിലെ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന് സെക്ഷൻ 115 BAB പ്രകാരം 15% ഇളവുള്ള നികുതി നിരക്ക് ലഭ്യമാക്കുന്നതിനുള്ള ഡെഡ് ലൈൻ 2025 മാർച്ച് 31 വരെ നീട്ടിയേക്കാം. നീക്കം കയറ്റുമതി വർദ്ധിപ്പിക്കുകയും വ്യവസായത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ ഒരേ അസറ്റ് ക്ലാസ്സിൽ വരുന്ന വ്യത്യസ്ത തരം ടാക്സ് ഇൻസ്ട്രുമെന്റ്സിലെ നികുതി നിരക്കുകളിലോ ഹോൾഡിംഗ് കാലയളവിലോ ഒരു സ്ഥിരതയില്ല. ഇന്റർസെഷൻ ആനുകൂല്യങ്ങൾ പോലും സാഹചര്യങ്ങൾക്ക് അനുസൃതമായി മാറ്റങ്ങൾക്ക് വിധേയമാകാറുണ്ട്.
ഇവിടെ സങ്കീർണമായ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് റെജീം സിംപ്ലിഫൈ ചെയ്യുന്നതിനും സർക്കാർ പരിഗണിക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് നിലവിൽ വ്യത്യസ്ത തരത്തിലുള്ള പേയ്മെന്റുകൾക്കായി 33 വിഭാഗങ്ങളാണുള്ളത്. 0.01% മുതൽ 30% വരെ TDS നിരക്കുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എന്നാൽ ചില വിഭാഗങ്ങളിൽ പേയ്മെന്റ് നേച്ചർ മൂലമോ പേയ് സ്റ്റേറ്റസ് മൂലമോ TDS റേറ്റ്സിൽ വരുന്ന വ്യത്യാസം നികുതിദായകർക്ക് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. അതിനാൽ 2-3 വിഭാഗത്തിലുള്ള പേയ്മെന്റുകൾ ഉപയോഗിച്ച് TDS നിരക്കുകളിലെ അസമത്വം കുറയ്ക്കുന്നതിനുള്ള ഒരു റോഡ് മാപ്പ് സർക്കാർ പ്രഖ്യാപിച്ചേക്കാം. ഇനി എങ്ങനെ നികുതി ഓഹരി വിപണിയിൽ പ്രതിഫലിക്കുമെന്ന് നോക്കാം. ലോവറിംഗ് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്, മൂലധന നേട്ട നികുതി കുറയ്ക്കുക. ഓഹരി വിപണിയിൽ കൂടുതൽ പങ്കാളിത്തം സൃഷ്ടിക്കുന്നതിന് ഓഹരി വിപണിയുടെ മൂലധന നേട്ടത്തിന്മേലുള്ള നികുതികൾ വെട്ടിക്കുറയ്ക്കണം. മൂലധന നേട്ട നികുതിയിലെ കുറവ് നിക്ഷേപ സ്വഭാവത്തെ സാരമായി ബാധിക്കുകയും ഓഹരി വിപണി പങ്കാളിത്തത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഈ നികുതികൾ കുറയ്ക്കുന്നത് വ്യക്തികളെ കൂടുതൽ സജീവമായി നിക്ഷേപിക്കാൻ പ്രോത്സാഹിപ്പിച്ചേക്കാം. അങ്ങനെ വിപണി പ്രവർത്തനവും പണലഭ്യതയും വർദ്ധിക്കും. തൽഫലമായി വ്യാപാരത്തിന്റെ അളവ് വർദ്ധിച്ചേക്കാം. ഇത് സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും മൊത്തത്തിലുള്ള വിപണി വിപുലീകരണത്തിന് സംഭാവന നൽകുകയും ചെയ്യും. നിലവിലെ മൂലധന നേട്ട നികുതി സങ്കീർണമാണ്. സെക്യൂരിറ്റി, നിക്ഷേപ കാലയളവ്, നികുതി നിരക്ക്, റെസിഡൻസി സ്റ്റേറ്റസ് എന്നിങ്ങനെ നിരവധി ഘടകങ്ങൾ കണക്കിലെടുത്താണ് നികുതി കണക്കാക്കുന്നത്. സർക്കാർ ഇക്വിറ്റി, ഡെപ്റ്റ് സെക്യൂരിറ്റികളുടെ വർഗീകരണം കാര്യക്ഷമമാക്കുകയും ലിസ്റ്റ് ചെയ്തതും ലിസ്റ്റ് ചെയ്യാത്തതുമായ സെക്യൂരിറ്റികൾക്കുള്ള നികുതി ഏകീകരിക്കുകയും ഇൻഡസേഷൻ വ്യവസ്ഥകൾ ലളിതമാക്കുകയും വേണമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. മറ്റെല്ലാ മേഖലകളെയും അപേക്ഷിച്ച് വോട്ട് ഓൺ അക്കൗണ്ടായ ഇടക്കാല ബഡ്ജറ്റിൽ ഏറ്റവും അധികം പ്രതീക്ഷകൾ നികുതി വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ ആശ്വാസജനകമായ പീപ്പിൾ പ്ലീസിംഗ് ആയ ഒരു ടാക്സ് പോളിസികളിലേക്ക് കേന്ദ്ര സർക്കാർ കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്ന് തന്നെ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ 2013 മുതൽ 2023 വരെയുള്ള 10 വർഷ കാലയളവിൽ ബജറ്റുകൾ അവതരിപ്പിക്കുന്ന സമയത്ത് നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി എത്രത്തോളം പെർഫോം ചെയ്തു എന്നുള്ളതിൻ്റെ കൂടി ഒരു ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 2013 നമ്മളുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിൻ്റെ ഒരു മാസം മുൻപ് നിഫ്റ്റി 50യെ സംബന്ധിച്ച് 0.81% ഒരു നേട്ടമാണ് നിഫ്റ്റി 50 രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ബജറ്റ് അവതരിപ്പിക്കുന്നതിൻ്റെ ഒരാഴ്ച മുൻപ് നിഫ്റ്റി 50യെ സംബന്ധിച്ച് 1.5% ഒരു ഇടിവിലേക്ക് വഴിമാറിയതായിട്ട് കാണാൻ സാധിക്കും. ബജറ്റ് അവതരിപ്പിച്ചതിന് അതിന്റെ ഒരു വീക്ക് പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ 1% നഷ്ടത്തിൽ തുടർന്നതായിട്ട് കാണാൻ സാധിക്കും. തുടർന്ന് ഒരു മാസം കഴിഞ്ഞപ്പോഴും 4% ഒരു ഇടിവായിരുന്നു നിഫ്റ്റി 50 രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു 10 വർഷ കാലയളവിൽ 2014 ഒപ്പം തന്നെ 2019 എന്നീ വർഷങ്ങളിലായിരുന്നു ഇതുപോലെ ഇന്ററിം ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 2014 ഈ ഒരു ഇന്ററിം ബഡ്ജറ്റ് വരാനിരിക്കെ ഒരു മാസത്തിന് മുൻപ് 4% ഒരു നഷ്ടത്തിലേക്ക് നിഫ്റ്റി പോയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരാഴ്ച മുന്നേയും 2% ഒരു ഇടിവ് തന്നെയായിരുന്നു നിഫ്റ്റിയിൽ പ്രകടമായിരുന്നത്. എന്നാൽ ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം നിഫ്റ്റിയിൽ ഒരു റിക്കവറി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. 1% നേട്ടം ഇതിൽ പ്രകടമായിരുന്നു. ഒരു മാസത്തിന് ശേഷം 4% ഒരു ഉയർച്ച നിഫ്റ്റിക്ക് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. 2015 എന്ന സ്ഥിതി വ്യത്യസ്തമായിരുന്നു. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപായിട്ട് നിഫ്റ്റിയിൽ നല്ലൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. 6% നിഫ്റ്റി 50യെ സംബന്ധിച്ച് ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. എന്നാൽ ഒരാഴ്ച മുൻപ് നിഫ്റ്റിക്ക് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് ഒരു 1 വീക്ക് മുൻപായിട്ട് ഓൾമോസ്റ്റ് ഒരു 0.43% ഒരു ഇടിവ് പ്രകടമായിരുന്നു. തുടർന്ന് ആ ഒരു ഇടിവ് നിലനിൽക്കുകയും 2% ഒരു നഷ്ടത്തിൽ തന്നെ തുടരുന്ന ഒരു സ്ഥിതിയാണ് പിന്നീട് ഉണ്ടായിരുന്നത്. എന്നാൽ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും 2% ഒരു നേട്ടത്തിലേക്ക് ഉയർന്നു വരാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിരുന്നു. ഇത്തരത്തിലൊരു സമ്മിശ്രമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു നിഫ്റ്റിയിൽ ഈ ഒരു ബഡ്ജറ്റും ഓഹരി വിപണിയും കണക്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്തും ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷവും നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. തുടർന്ന് വരുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 2020 ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് വീണ്ടും കാണാം 4% ഒരു ഇടിവ് നമുക്ക് പ്രകടമായിരുന്നു. ഒരാഴ്ച ബജറ്റ് അവതരിപ്പിക്കുന്നതിന് ഒരാഴ്ച മുൻപേയും 3% ഒരു നഷ്ടത്തിൽ തന്നെയായിരുന്നു നിഫ്റ്റി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം 4% ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചു. എന്നാൽ തുടർന്ന് വീണ്ടും ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ബെയറിഷ് ട്രെൻഡിലേക്ക് നിഫ്റ്റി പോവുകയും 4% ഒരു ഇടിവ് പ്രകടമാക്കുകയും ചെയ്തിരുന്നു. പിന്നീട് 2021 ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത്
1.87% ഒരു നേട്ടമായിരുന്നു ബജറ്റിന് മുൻപ് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ 0.63% ഒരു ഇടിവ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. പിന്നീട് ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം പിന്നീട് ഒരു റിക്കവറി നമുക്ക് അതിൽ കണ്ടിരുന്നു. 4.5% നേട്ടം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 3.36% ഒരു നേട്ടം ഒരു മാസത്തിന് ശേഷം നിഫ്റ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2022 ബജറ്റിന്റെ കാലയളവിൽ 0.28% ഒരു ഇടിവായിരുന്നു നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം 2% ഒരു കുതിപ്പ് രേഖപ്പെടുത്താൻ നിഫ്റ്റിക്ക് സാധിച്ചിരുന്നു. തുടർന്ന് അങ്ങോട്ട് ബജറ്റിന് ശേഷം 2% നഷ്ടത്തിലേക്ക് വഴിമാറി. തുടർന്ന് 5% ഒരു നഷ്ടം, ഒരു കനത്ത ഇടിവിലേക്ക് പോകുന്ന നിഫ്റ്റി നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. 2023 ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് നിഫ്റ്റിയെ സംബന്ധിച്ച് ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപ് നിഫ്റ്റി ഒരു 3% ഒരു ഇടിവായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിരുന്ന. ഒരു 1 വീക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും 3% ഒരു ഇടിവിൽ തന്നെയായിരുന്നു തുടർന്നിരുന്നത്. എന്നാൽ ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം ചെറിയൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ നിഫ്റ്റിക്ക് സാധിച്ചിരുന്നു. 0.6% ഒരു നേട്ടമായിരുന്നു ബജറ്റിന് ശേഷം നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് 1 മന്ത് കഴിഞ്ഞപ്പോൾ അത് നിഫ്റ്റിയുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ 0.94% ഒരു നേരിയ ഒരു ബെയറിഷ് ട്രെൻഡിൽ തന്നെയായിരുന്നു നിഫ്റ്റി മുന്നോട്ട് പോയിരുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും നാളെ ഇപ്പോൾ നിഫ്റ്റി ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ കഴിഞ്ഞ കുറച്ച് സെഷനുകൾ വിലയിരുത്തുമ്പോൾ വളരെ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് നിഫ്റ്റി മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്നത്. ഏതായാലും മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ആയിട്ടുണ്ട്. നമുക്ക് ക്ലോസിംഗ് അപ്ഡേറ്റ്സും കൂടി ക്വിക്ക് ആയിട്ടൊന്ന് പോയി നോക്കാം. 180 പോയിന്റിന്റെ ഒരു നേട്ടമാണ് ഇപ്പോൾ നിഫ്റ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 21,700 എന്നുള്ളൊരു നില സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ 21,741 എന്നൊരു ഇൻട്രാഡേ ഹൈ തന്നെയായിരുന്നു നിഫ്റ്റി ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും അവസാന നിമിഷങ്ങളിലും സൺഫാർമ, ഡിവിസ് ലാബ്, ഡോക്ടർ റെഡ്ഡി ഓഹരികൾ തന്നെയായിരുന്നു ഏറ്റവും അധികം ലീഡ് ചെയ്തത്. നാളെ ഇപ്പോൾ ഓട്ടോ സെയിൽസ് വരാനിരിക്കുന്ന ഏഷ്യർ മോട്ടോഴ്സും ടാറ്റ മോട്ടോഴ്സും ഒരു ശക്തമായിട്ടുള്ള മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു. ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ റിസൾട്ടിന് ശേഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മുന്നേറ്റം തന്നെയായിരുന്നു ടാറ്റ മോട്ടോഴ്സിന്റെ ഓഹരികൾ പ്രകടമാക്കിയിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ 52 ആഴ്ചയിലെ ഉയർന്ന നിലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ടാറ്റ മോട്ടോഴ്സിന്റെ ഓഹരികൾക്ക് സാധിച്ചിരുന്നു. ഇന്നും ഇപ്പോൾ 3% നേട്ടത്തിൽ തന്നെയാണ് ടാറ്റ മോട്ടോഴ്സ് ഓഹരികൾ വ്യാപാരം അവസാനിപ്പിച്ചത്. LT, ടൈറ്റൻ, ടാറ്റ കൺസ്യൂമർ, BPCL ഒപ്പം തന്നെ SBI ലൈഫ് എന്നീ ഓഹരികളാണ് ഇടിവ് പ്രകടമാക്കിയത്. ലാർസൻ ആൻഡ് ട്യൂബ്രോയെ സംബന്ധിച്ച് ഒരു കനത്ത ഒരു സെല്ലിംഗ് നമുക്ക് ലാർസൻ ആൻഡ് ട്യൂബ്രോയുടെ ഓഹരികളിൽ കാണാൻ സാധിച്ചിരുന്നു. പ്രതീക്ഷയ്ക്കകത്ത് ഉയരാത്തൊരു റിസൾട്ടുകളായിരുന്നു ലാർസൻ ആൻഡ് ട്യൂബ്രോ സംബന്ധിച്ച് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് വരുമ്പോൾ 592 പോയിന്റിന്റെ ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നിഫ്റ്റി ബാങ്കിന് സാധിച്ചിട്ടുണ്ട്. 1.5% ഒരു നേട്ടമാണ് നിഫ്റ്റി ബാങ്കും പ്രകടമാക്കിയത്.